protective device like fuse. So fuse എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ നമ്മൾ ഫ്യൂസ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂസ് നമ്മൾ അടിച്ചു പോയി എന്നൊക്കെയുള്ള ടേംസ് ആയിരിക്കും നിങ്ങൾ പെട്ടെന്ന് കേൾക്കുക അല്ലേ. സോ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്, അതായത് ഇറ്റ്സ് എ പാസീവ് ഡിവൈസ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഡയഗ്രാമിൽ കാണുന്ന പോലെ നടുവിലൂടെ ഒരു നേർത്ത വയറ്, വളരെ തിന്നായിട്ടുള്ളൊരു വയറ് അതിലൂടെ ആക്ച്വലി ദിസ് മെറ്റൽ ആൻഡ് ദിസ് മെറ്റൽ ഹാസ് ഗോട്ട് കണക്ഷൻ. ഓക്കെ, സോ ഇനി എന്തിനാ ഫ്യൂസ്? ലൈക്ക് ഈ ഒരു ഡയഗ്രാം ഞാൻ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. So in your house you have two poles, phase and neutral. So phase you connect fuse like this and then you have switch. Okay, so this is switch. Then you have neutral and here you have load. ഇവിടെയാണ് നമ്മുടെ ലോഡ്. ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്യൂബ് ആവാം, ഫാൻ ആവാം, ബൾബ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ഫ്യൂസ് എന്തിനായിരിക്കും? അപ്പോൾ whenever there is an over voltage coming through the line, ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസ്, ലോഡ് എന്ന് പറഞ്ഞ ഡിവൈസ്, ലോഡ് കുഡ് ബി എനി ഡിവൈസ് ദാറ്റ് യൂസ്, നമ്മുടെ മൊബൈൽ അഡാപ്റ്റർ ആവാം, ഞാൻ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഫാൻ എന്തോ ആവാം, ഫ്രിഡ്ജ് ആവാം, എന്തോ ആവാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അപ്ലയൻസസ്. സോ ഈ അപ്ലയൻസ് ഒരിക്കലും ഈ വോൾട്ടേജ് താങ്ങില്ല, ദാറ്റ്സ് ഫോർ ഷുവർ. ഓക്കെ, സോ നമ്മൾ അപ്ലയൻസ് കേടുവരരുത്, അതിനു മുമ്പ് തന്നെ ഈ ലൈന് ബ്രേക്ക് ആവണം. ഓക്കെ, യു കനോട്ട് മേക്ക് ദ സ്വിച്ച് ടു ഗോ ബാക്ക് ബിക്കോസ് ഇറ്റ് ഈസ് എ മാനുവൽ ഓപ്പറേഷൻ അല്ലേ. സ്വിച്ച് ഓൺ ചെയ്തും ഓഫ് ചെയ്യുന്നതും നമ്മളാണ്. സോ അവിടെ ആ ഒരു ആക്ഷൻ നടത്തുന്നത് ആരാണ്? ഫ്യൂസാണ്. സോ ഒരു നേർത്ത വയറിലൂടെയാണ് ആക്ച്വലി കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്, കറണ്ട് ഐ ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ വെനെവർ ദെയർസ് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ, ഓക്കെ, നമുക്കറിയാം കുറച്ചും കൂടി ഡീപ്പായി പോയി കഴിഞ്ഞാൽ കണ്ടക്ടർ ഈസ് നത്തിങ് ബട്ട് എ വയർ ആൻഡ് വെനെവർ ദർ ഇസ് എ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ദി മോളിക്യൂൾസ് വൈബ്രേറ്റ് അല്ലേ. അതിൻ്റെ ഉള്ളിൽ മെറ്റൽ മോളിക്യൂൾസ് വിൽ വൈബ്രേറ്റ്. ഈ ഒരു എനർജി ഷുഡ് ബി ഡെസിപ്പേറ്റഡ് ഇൻ സം വേ. ആ ഡെസിപ്പേറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഹീറ്റായിട്ടാണ്. നിങ്ങൾ ചെയ്ത് നോക്കണ്ട, ബട്ട് എ സി വയർ കുറച്ച് നേരം ഓൺ ചെയ്തിട്ടൊന്ന് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ കഴിയില്ല, ഒന്ന് ഷോക്ക് അടിക്കും, രണ്ട് നല്ല ചൂടുണ്ടാവും, ഇറ്റ് വിൽ ബി വെരി ഹോട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റൽ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി വെരി ഹോട്ട്. സോ അതിൻ്റെ റീസണാണ് ഞാൻ ഈ പറഞ്ഞത്. അതേ പ്രിൻസിപ്പിളാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. സോ നോർമൽ വോൾട്ടേജ് ഫേസിന് ന്യൂട്രലിന് അക്രോസ് 230 വോൾട്ട് നോർമൽ വോൾട്ടേജ് ആണെങ്കിൽ ഈ ലോഡ് എത്ര കറണ്ടാണോ എടുക്കുന്നത് ആ കറണ്ട് മാത്രമേ ഇതിലൂടെ പോവുള്ളൂ. ഓക്കെ, വെനെവർ ദർ ഇസ് എൻ ഹെവി ലോഡ് ലൈക്ക് ഒരു ഷോർട്ട് ആവുക അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു മിന്നൽ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വർക്കിംഗ് ആണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ കറണ്ടാണ് ഈ ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അതൊരിക്കലും ഈ ഡിവൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ നേരത്തെ ഇത് വളരെ തിന്നായ വയറാണ്. നമ്മുടെ ഈ രണ്ട് വയറിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഫ്യൂസിൽ ഉപയോഗിക്കുന്ന വളരെ തിൻ വയറാണ്. അതുകൊണ്ടാണ് ഫ്യൂസ് വയർ എപ്പോഴും നമ്മൾ സാധാരണ ഫ്യൂസ് ഒരിക്കലും കേടുവരുത്. ഇത് ഇടയ്ക്കിടയ്ക്ക് കേടുവരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വലിയൊരു കമ്പി എടുത്ത് കെട്ടിക്കളയാം. സാധാരണ നടക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഫ്യൂസിൻ്റെ പർപ്പസ് നടക്കണമെങ്കിൽ വളരെ നേർത്ത, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗേജ് കണക്കൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു എ സി വയറിന് ഒരു 3 സ്ട്രാൻഡ് എടുത്തിട്ടാണ് നമ്മൾ ഫ്യൂസ് വയർ കിട്ടുക. ഓക്കെ, ദാറ്റ്സ് ദ പ്രാക്ടിക്കൽ സൈഡ്. ബട്ട് എനിവേ ദി പർപ്പസ് ഈസ് ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ ലോഡ് വരുമ്പോൾ, അല്ലെങ്കിൽ ഓവർ ലോഡല്ല ഓവറായിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബ്ലോ. ഫ്യൂസിൻ്റെ പർപ്പസ് അതാണ്. ഫ്യൂസ് ഡിസ്ട്രോയ് ആവണം, അപ്പോഴാണ് ഫ്യൂസിൻ്റെ ആക്ഷൻ നടന്നു എന്ന് പറയാം. ഓക്കെ, സോ ഫ്യൂസ് ഇവിടെ ഡിസ്ട്രോയ് ആയാൽ എന്താ സംഭവിക്കുക? ദി സർക്യൂട്ട് ഈസ് ബ്രോക്ക് ഫ്രം ദി കണക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി കണക്ഷൻ ഒഴിവായിപ്പോയി. ലൈക്ക് ഫ്യൂസ് ഈസ് ബ്ലോൺ ആൻഡ് ദി ഡിവൈസ് ഈസ് സേവ്ഡ്. ക്ലിയർ? നമ്മുടെ ഡിവൈസ് അവിടെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. സോ ദാറ്റ്സ് ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്യൂസ്. സോ ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഏജൻറ്റ്. ഓക്കെ, നമ്മൾ ഓവറായിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്, ഇലക്ട്രിക്കൽ ഇവൻറ്റ് സംഭവിക്കുമ്പോൾ ദ ഫ്യൂസ് ഷുഡ് ബ്ലോ ഓഫ്, ദെയർ ബൈ പ്രൊട്ടക്റ്റിംഗ് ദി ഡിവൈസ് ദാറ്റ് വി ആർ യൂസിങ്. സോ അതാണ് മെയിൻ പർപ്പസ് ഓഫ് ദി ഫ്യൂസ്. ഇനി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂസ് ഫോർ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. പല രീതിയിൽ ലൈക്ക് പർപ്പസ് സെയിം ആണ്, പല രീതിയിൽ ഇറങ്ങാറുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ജനറലി നിങ്ങൾ കാണുന്നൊരു ടൈപ്പ് ഓഫ് ഫ്യൂസ് ആണത്. ദേ ആർ യൂസ്ഡ് ഇൻ ഓട്ടോമേറ്റീവ്, ലൈക്ക് നമ്മൾ കാറുകളിലൊക്കെ നിങ്ങൾ കാറിൻ്റെ ബോണറ്റും തുറന്നു നോക്കി കഴിഞ്ഞാൽ കാണുന്ന ടൈപ്പ് ഓഫ് ഫ്യൂസ് ആണിത്. സി 2 കോൺടാക്ട്സ് ആൻഡ് ദെൻ യു ഹാവ് എ വെരി തിൻ വയർ കണക്റ്റിംഗ് ദീസ് 2 കോൺടാക്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ഷോർട്ട്, ബാറ്ററി ഷോർട്ടേജോ അങ്ങനെ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ആ ഒരു വയർ ബ്ലോ ചെയ്ത് പോകണം. സോ നോർമലി നമ്മുടെ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിമ്മർ ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ മെക്കാനിക് ആദ്യം ചെയ്യുന്ന പണി ഫ്യൂസ് എടുത്ത് കണ്ടിന്യൂറ്റി നോക്കലാണ്, ലൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കലാണ്.
Clear? So that's the function of the fuse. So it protects the circuit that we are using. Clear? And next one is relay. നമ്മൾ ലൈക്ക് റിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേ കണ്ടിട്ടുണ്ടാവും അല്ലേ? നോർമൽ റിലേ ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ റണ്ണിങ് റിലേ, അവിടെ എന്താണ്, ദ ബാറ്റൺ ഈസ് ഗെറ്റിംഗ് പാസ്ഡ് ടു ദ നെക്സ്റ്റ് പേഴ്സൺ. ഇവിടെയും അതേ ഓപ്പറേഷൻ തന്നെയാണ് നടക്കുന്നത്. യൂസിങ് അതായത് രണ്ട് സിഗ്നലിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണം. ലൈക്ക് യൂസിങ് എ സ്മോൾ സിഗ്നൽ, വെരി ലോ പവർ സിഗ്നൽ, യു ആർ കൺട്രോളിങ് എ വെരി ഹൈ പവർ സിഗ്നൽ. അതാണ് റിലേൻ്റെ മെയിൻ അപ്ലിക്കേഷൻ. അതായത് യു ആർ റിലേയിങ് എ സ്മോൾ സിഗ്നൽ ടു എ ലാർജ് സിഗ്നൽ. ഓക്കെ, സോ ലാർജ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി വോൾട്ടേജ് അല്ലെങ്കിൽ എ സി, ലൈക്ക് 230 വോൾട്ട് എ സി. ഇത് നമുക്ക് നമ്മുടെ 5 വോൾട്ട് ഡി സി ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ റിലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോറിലേക്ക് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ടു ഗീവ് എൻ ഇൻട്രോ: ഇലക്ട്രോമാഗ്നറ്റിക്, ക്രിസ്റ്റൽ, ക്യാൻ, ഡ്രൈ റീഡ്, മെർക്കുറി, വെറ്റഡ്, സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ടൈം ഡിലേ റിലേസ്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേസ്. അത്ര ഡെപ്തിലേക്ക് ഞാൻ ഇത് ഓരോന്നിലേക്ക് ഞാൻ പോകുന്നില്ല അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ സോളിഡ് സ്റ്റേറ്റ് റിലേ. കാരണം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേ ആണ് സോളിഡ് സ്റ്റേറ്റ് റിലേ. അതിൻ്റെ ഒരു പിന്നെ പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് സ്റ്റേറ്റ് റിലേ. ഇനി ഈ റിലേൻ്റെ ചെറിയൊരു അപ്ലിക്കേഷൻ ഞാൻ പറയാം. അതായത് സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ഐ എം ജസ്റ്റ് ഗീവിങ് യു ആൻ എക്സാമ്പിൾ. So you have a transistor, or you connect a transistor like this. You have the collector and this terminal, namak name em, this is resistor, and this is the relay coil where you give 5 volt here. Okay, ini then these are the 3 control terminals of the relay. Okay, ആ റിലേയുടെ ഡയഗ്രാം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞ സോളിഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, 5 കണക്ഷൻസ്. അതാണ് ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യു ഹാവ് ദിസ്. ഓക്കെ, ദിസ് ഈസ് കോമൺ, ദിസ് ഈസ് കോമൺ കണക്ഷൻ. ദിസ് ഈസ് നോർമലി ക്ലോസ് and this is normally open. ഓക്കെ, അതായത് നോർമൽ റിലേ വർക്ക് ചെയ്യാത്ത കേസിൽ നോർമലി ക്ലോസ്ഡ് ആയിരിക്കും, അതായത് അടഞ്ഞു കിടക്കുന്നത്. ആൻഡ് ദിസ് ഈസ് നോർമലി ഓപ്പൺ. സി, ദർ ഇസ് നോ കണക്ഷൻ, ഇറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ, സോ നമ്മൾ ഇതൊന്ന് കണ്ടിരുന്നു. സോ ഈ ഒരു 3 കണക്ഷൻസ്, സോ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കോയിലാണ്, ഇത് 3ഉം കണക്ടിവിറ്റീസ് ആണ്, റൈറ്റ്, അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ്. സോ നോർമലി യു ഹാവ് നോർമലി ക്ലോസ് ആൻഡ് നോർമലി ഓപ്പൺ ഹിയർ. ഓക്കെ, so this is normally open. Like normal case നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, so the phase is connected to normally open and neutral is connected to the load. ഇതാണ് ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ ടു കണക്ട് ഒരു കോമൺ അല്ലേ. നമ്മൾ ഫേസും ന്യൂട്രലും 2 പ്ലഗ് അതിലേക്കാണ് നമ്മൾ കുത്തുക. അപ്പോഴാണിത് ഈ ബൾബ് വർക്ക് ചെയ്യുക. സോ ദിസ് ബൾബ് വിൽ നോട്ട് ഗ്ലോ ഇൻ എ നോർമൽ കണ്ടീഷൻ. സോ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്ത് ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് ഇത് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സോ ഇത് ഫേസിൽ നിന്ന് കറണ്ട് ഇതിൽ കൂടെ ഒരു കണ്ടക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ ദിസ് സ്വിച്ച് ഷുഡ് ക്ലോസ് അല്ലേ, ശരിയല്ലേ? നോർമൽ കേസിൽ ഇതിങ്ങനെയായിരിക്കും. സോ റിലേ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. സോ ഇങ്ങനെ ഷിഫ്റ്റ് ആകുമ്പോൾ ഇത് ഫേസ് കണക്ഷൻ കിട്ടി, ഇവിടുന്ന് ന്യൂട്രൽ ഈസ് ഓൾവേസ് കണക്റ്റഡ്, ദെൻ ദ ബൾബ് വിൽ ഗ്ലോ. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു വെരി സ്മോൾ വോൾട്ടേജ് will enhance or will make a very high voltage appliance to work. ഓക്കെ, അതായത് നമുക്ക് വലിയ ഹൈ വോൾട്ടേജിനെ നമുക്ക് ഈ സിമ്പിൾ റിലേ ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ലൈക്ക് റിലേ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുവിധം എല്ലാ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസും സ്വിച്ച് ചെയ്യുന്നത് റിലേ വഴിയാണ്. അതിൻ്റെ ചെറിയൊരു ഒരു ആപ്ലിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ലൈക്ക് നമ്മളൊരു ചെറിയൊരു വർക്കിംഗ് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാം അടുത്ത. ഓക്കെ, PCB അല്ലെങ്കിൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്.
സോ ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. സോ ഈ കാണുന്ന ഈ ഒരു ബോർഡാണ് പ്രിൻറ്റഡ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുവിധം. കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസിൻ്റെ സർക്യൂട്ടറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. യു വിൽ ഫൈൻഡ് എ സിമിലർ കൈൻഡ് ഓഫ് ബോർഡ് ലൈക്ക് ദിസ്. ഇത് കുറച്ച് ലൈക്ക് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലൊക്കെ കാണുന്ന ടൈപ്പ് PCB ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾ ബോർഡ്സ് ആർ നോട്ട് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതാണ് ഒരു ടിപ്പിക്കൽ PCB. ഇനി എന്താണ് PCB? PCB ഈസ് നത്തിങ് ബട്ട് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. അതായത് ദി സർക്യൂട്ട് ഈസ് പ്രിൻറ്റഡ്. ഓക്കെ, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഇതാണ് PCB. ഇനി എന്തിനാണ് PCB? ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുതിയൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തു. ആ ഡിസൈൻ ചെയ്ത സർക്യൂട്ട് നിങ്ങൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യണം. കൊമേഴ്ഷ്യലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അതിന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ ബ്രെഡ് ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം യൂസ് ചെയ്യും. ബട്ട് യു കനോട്ട് അത് കുറേ ലൈക്ക് ടാങ്കിൾഡ് വയേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. സോ യു നീഡ് എ പെർമനൻറ്റ് അറേഞ്ച്മെൻറ്റ് ടേക്ക് ദ സർക്യൂട്ട് വിത്ത് ദി പ്രൊഡക്റ്റ്. അല്ലേ, പ്രൊഡക്റ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സർക്യൂട്ടറി ഫോർമാറ്റിലേക്ക് നമുക്കതിനെ മാറ്റണം. ഓക്കെ, എ ഫിക്സ്ഡ് സർക്യൂട്ടറി ഫോർമാറ്റ്. സോ വെൻ എവർ യു സ്വിച്ച് ഓൺ ഇറ്റ് ഷുഡ് വർക്ക്. സോ ആ ടൈപ്പിലൊരു ബോർഡിനെയാണ് നമ്മൾ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർക്യൂട്ട് ഈസ് ഗെറ്റിംഗ് പ്രിൻറ്റഡ് ഓൺ ടു എ ബോർഡ്. അതാണ് PCB എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ there are different kinds of PCBs like on the basis of the thickness of the material used. അല്ലെങ്കിൽ ബോർഡിൻ്റെ തിക്നെസ് അനുസരിച്ച് ടൈപ്സ് ഉണ്ട്. അതേപോലെ there are rigid PCBs and flexible PCBs. ഓക്കെ, നമുക്ക് മടക്കി വയ്ക്കാവുന്ന PCBs are available and there are PCBs with multiple layer. യെസ്, അതായത് മേലെയും കമ്പണൻസ് ഉണ്ടാവും, PCBയുടെ അടിയിലും കമ്പണൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു സാധാരണ PCB എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലെയർ PCB എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ കമ്പണൻസ് ഉണ്ടാവും, അതിൽ ഹോൾ ഉണ്ടാവും. സോ യു ജസ്റ്റ് ഇൻസേർട്ട് ആൻഡ് ദെൻ സോൾഡർ ഓൺ ദി അതർ സൈഡ്. സോൾഡർ ഈസ് ഫിക്സിങ് ദി കമ്പണൻസ്. ഓക്കെ, സോ സോൾഡർ ഓൺ ദി അതർ സൈഡ്. ഇതാണ് സിംഗിൾ ലെയർ PCB. ഡബിൾ ലെയർ ആണെങ്കിൽ മേലെ നമുക്ക് സോൾഡർ ചെയ്യാം, താഴെയും സോൾഡർ ചെയ്യാം. സോ കമ്പണൻസ് വിൽ ബി ഇൻ 2 layers. SMT എന്ന് പറഞ്ഞ ഡിവൈസസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുക. ഓക്കെ, സർഫസ് മൗണ്ട് SMD, സർഫസ് മൗണ്ട് ഡിവൈസസ്. ആ ടെക്നോളജിയാണ് SMT, സർഫസ് മൗണ്ട് ടെക്നോളജി. ഓക്കെ, സോ ഇതിപ്പോൾ ഒരു SMTയുടെ ഒരു ഉദാഹരണമാണ്. ഇറ്റ്സ് എൻ SMT കൈൻഡ് ഓഫ് PCB. ഓക്കെ, ഇതിൻ്റെ മറ്റേ സൈഡിലും കമ്പണൻസ് ഉണ്ടാവും. ക്ലിയർ? സോ ദാറ്റ്സ് അബൌട്ട് PCB. സോ PCB എന്ന് വെച്ചാൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഡെഡിക്കേറ്റഡ് ബോർഡ്സ് വിച്ച് സെർവ് സം പർപ്പസ് ദാറ്റ് വി ഡിസൈൻ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പർപ്പസിനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബോർഡ്സ് ആണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇനി നമ്മൾ ദർ ആർ മെനി വേയ്സ് യു ക്യാൻ ഫാബ്രിക്കേറ്റ്, അല്ലെങ്കിൽ PCB ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ എങ്ങനെയൊക്കെയാണ് നമുക്ക് PCB ഫാബ്രിക്കേറ്റ് ചെയ്യാം? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇലക്ട്രോണിക്സിലെ വളരെ രസകരമായൊരു മേഖലയാണ് PCB ഡിസൈനിങ് ആൻഡ് ഫാബ്രിക്കേഷൻ. ഓക്കെ, സോ അതിലത്തെ സ്റ്റെപ്സാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിബഡി ക്യാൻ മേക്ക് എ PCB. ഓക്കെ, സോ ഇത് കാരണം ഇതിൽ ക്രിയേറ്റിവിറ്റിയും എൻജിനീയറിങ്ങും എല്ലാം പിന്നെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ മാച്ചിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് PCB മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് യു ഷുഡ് കം അപ്പ് വിത്ത് എ സർക്യൂട്ട് ഐഡിയ. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു കോൺക്രീറ്റ് ഐഡിയ നിങ്ങൾക്ക് വേണം. അത് കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ട് ഡിസൈൻ. ഓക്കെ, യു ഷുഡ് ഡിസൈൻ യുവർ സർക്യൂട്ട്. ഓക്കെ, സർക്യൂട്ട് ഡിസൈനിൽ വരുന്നൊരു സ്റ്റെപ്പാണ് സർക്യൂട്ടിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം. സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ദി സർക്യൂട്ട്. അല്ലേ, എന്താ സ്കിമാറ്റിക് ഡയഗ്രാം? നമ്മൾ ഈ നേരത്തെ വരച്ച പോലത്തെ ഈ ദിസ് ഈസ് നോൺ ആസ് സ്കിമാറ്റിക് ഡയഗ്രാം. നമ്മളിങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് വരയ്ക്കുന്ന ഇതിനെയാണ് നമ്മൾ സ്കിമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് ദിസ് ഡയഗ്രാം ഈസ് ഫൈനലൈസ്ഡ്, സോ നെക്സ്റ്റ് പ്രോസസ് ഈസ് ഇറ്റ് ഈസ് ഓൾറെഡി ടെസ്റ്റഡ്. ഓക്കെ, ആ ഒരു അസംഷനിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ടു ലൈക്ക് ഈ ഒരു സ്കിമാറ്റിക് ഡയഗ്രാമിനെ നമ്മൾ ലേ ഔട്ടാക്കി മാറ്റും. സോ ലേ ഔട്ട് ഡിസൈൻ അല്ലെങ്കിൽ ലേ ഔട്ട് എന്ന് നമ്മൾ പറയും. ലേ ഔട്ട് എന്ന് പറയുന്നത് നമ്മളൊരു CAD ഉപയോഗിച്ചിട്ട്, കമ്പ്യൂട്ടർ എയ്ഡഡ് പിന്നെ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിസൈനിനെ നമ്മൾ ലേ ഔട്ടാക്കി മാറ്റും. സോ അത് പ്രാക്ടിക്കലി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്.
ലൈക്ക് അത് ലബോറട്ടറിയിലേക്ക് വരുമ്പോൾ നേരിട്ട് കാണിച്ചു തരാൻ കഴിയും. ഓക്കെ, സോ ദർ ആർ ലോട്ട് ഓഫ് CAD സോഫ്റ്റ്വെയർസ് അവൈലബിൾ, പെയ്ഡ് സോഫ്റ്റ്വെയർസ് ആസ് വെൽ ആസ് ഫ്രീ വെർഷൻസ്. ഓക്കെ, സോ ജനറലി ഇപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് PCB 123 അല്ലെങ്കിൽ പ്രോട്ടിയസ് പോലത്തുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ലൈക്ക് ഇറ്റ്സ് റെഡിലി അവൈലബിൾ. സോ യു ക്യാൻ യൂസ് ദീസ് സോഫ്റ്റ്വെയർസ് ടു മേക്ക് ദി ലേ ഔട്ട് ഓഫ് ദി ഡിസൈൻ. സോ ഈ ലേ ഔട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ഫിഗറിൽ കണ്ട കുറേ ട്രാക്സും കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ ലേ ഔട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഈ ലേ ഔട്ടിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. എന്തിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുക? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബോർഡാണ് കോപ്പർ ക്ലാഡ് ബോർഡ്. സോ കോപ്പർ ക്ലാഡ് ബോർഡിൽ നമ്മളിതിനെ പ്രിൻ്റ് ചെയ്യും. സോ ഇതൊക്കെ ഒരു ഡീറ്റെയിൽഡ് പ്രോസസ്സാണ്. ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ പ്രിൻ്റ് ചെയ്യാൻ നമുക്ക് UV മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, കെമിക്കൽ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, യൂസിങ് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ആസിഡ് യു ക്യാൻ മേക്ക് സൊല്യൂഷൻസ് ആൻഡ് വി ക്യാൻ യൂസ് ദീസ് സൊല്യൂഷൻസ് ടു പ്രിൻ്റ് ദി ലേ ഔട്ട് ഇൻ ടു ദി ക്ലാഡ് ബോർഡ്. ഓക്കെ, അല്ലെങ്കിൽ UV മെത്തേഡിൽ നമുക്ക് ഇതിലേക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഈതർ വേസ് ഡൂവബിൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ എച്ച് ചെയ്യും യൂസിങ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് പോലുള്ള, അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഫെറിക് ക്ലോറൈഡ് പോലത്തുള്ള സൊല്യൂഷനിൽ വെച്ചിട്ട് നമുക്ക് ഈ ബോർഡിനെ, കാരണം അതിലേക്ക് ലേ ഔട്ടിൻ്റെ പ്രിൻ്റ് വന്നു, ഇനി എച്ച് ചെയ്യും. എച്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രാക്ക് മാത്രം അവിടെ നിലനിർത്തിയിട്ട്, ഇത് കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറിൻ്റെ ഒരു ബോർഡാണ്. ഒരു ബോർഡിൻ്റെ മേലെ കംപ്ലീറ്റ്ലി കോപ്പർ ലെയർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ലേ ഔട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. സോ അത് പ്രിൻ്റ് ചെയ്ത ശേഷം നമുക്ക് എവിടെയാണോ ട്രാക്ക് വരേണ്ടത് അവിടെ മാത്രം കോപ്പർ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള കോപ്പറൊക്കെ നമുക്ക് ഒഴിവാക്കി കളയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഫെറിക് ക്ലോറൈഡ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് എച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ഫെറിക് ക്ലോറൈഡ്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ്, ഈ ഒരു പാർട്ടിലാണ് ഇലക്ട്രോണിക്സിൽ കെമിസ്ട്രി വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കാനുള്ള ഇത് തന്നെയാണ് ലോകത്തിൽ എവിടെയും യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഓക്കെ, എച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഇതുകൂടാതെ നമ്മൾ മെഷീൻ എച്ചിങ് ഉണ്ട്. സോ അത് ഇവിടുന്ന് വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ ആ കോപ്പർ കളഞ്ഞോളൂ. ഇറ്റ് ഈസ് ലൈക്ക് എൻഗ്രേവിങ്. അത് എൻഗ്രേവിങ് ആണ്, അത് വേറെ പ്രോസസ്സാണ്. ബട്ട് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എച്ചിങ്, അല്ലെങ്കിൽ കെമിക്കൽ എച്ചിങ്. ഓക്കെ, സോ നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഇത് കോപ്പർ ക്ലാഡിലേക്ക് പ്രിൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ ലേ ഔട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ആ ട്രാക്ക് മാത്രം നിലനിർത്തണം, ബാക്കിയുള്ള കോപ്പറൊക്കെ കളയണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് എച്ചിങ്. സോ എച്ചിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ്, സോ നമുക്ക് ട്രാക്ക് മാത്രം കിട്ടി, ബാക്കിയുള്ള കോപ്പറൊക്കെ പോയി. ക്ലിയർ? സോ ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലൈക്ക് ഗ്രീൻ മാസ്കിംഗ് ആണ്. സോ ഗ്രീൻ മാസ്കിംഗ്, സോ അതുകൊണ്ടാണ് നമ്മുടെ PCBകളൊക്കെ ഗ്രീൻ കളറിൽ കാണുന്നത്. സോ എന്തിനാണ് ഇത് ഗ്രീൻ മാസ്ക് ചെയ്യുന്ന? കോപ്പർ എന്ന് പറയുന്നത് എളുപ്പത്തിൽ ഓക്സിഡൈസ് ആയി പോകുന്ന ഒരു മെറ്റലാണ്, അല്ലേ? അതായത് പെട്ടെന്ന് വേറെ ഏത് മെറ്റലിനെക്കാളും ഏറ്റവും വളരെ കൂടുതൽ ലൈക്ക് വിതിൻ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കോപ്പർ ക്ലാവ് പിടിച്ചു പോകും. നമുക്കറിയാം കോപ്പർ ക്ലാവ് പിടിക്കുന്നത് ഒരു പച്ച കളറിലുള്ള പൗഡർ അതിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ആയി കോപ്പറിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. സോ ദിസ് നോൺ ആസ് കോപ്പർ ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. സോ അത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ലോങ് ടേം നമ്മൾ ഈ സർക്യൂട്ട്സൊക്കെ ലോങ് ടേം ആയിട്ട് ഓടണം. സോ നമ്മളൊരു ഗ്രീൻ മാസ്ക്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അതിൻ്റെ മേലെ കോട്ട് ചെയ്യും. ദിസ് നോൺ ആസ് ഗ്രീൻ മാസ്കിംഗ്. സോ എച്ചിങ് കഴിഞ്ഞു, ഗ്രീൻ മാസ്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് ഈസ് നോൺ ആസ് യു ഡ്രിൽ ദ ബോർഡ്. ഡ്രില്ലിങ്, അതായത് നമ്മൾ കമ്പോണൻസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി SMD ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, യു ജസ്റ്റ് skip the process. But if you are using a single layer PCB, you actually drill the PCB. ഓക്കെ, സ്പെസിഫിക് ലൊക്കേഷൻസ് ഉണ്ടാവും. ലൈക്ക് എവിടെയാണോ കമ്പോണൻസ് ഇൻസേർട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ നമ്മൾ ചെറിയ ഡ്രില്ലിംഗ് ബിറ്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയ ഡ്രില്ലിംഗ് ബിറ്റും അതേപോലെ അതിൻ്റെ മെഷീനും ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രിൽ ചെയ്യും. ഓക്കെ, വൺസ് ഇറ്റ് ഈസ് ഡ്രിൽഡ് ദെൻ യു പോപ്പുലേറ്റ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേറ്റ്. സോ യു പോപ്പുലേറ്റ് ദ ബോർഡ്. പോപ്പുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പോണൻസ് അതാത് സ്ഥലങ്ങളിൽ വെച്ച് സോൾഡർ ചെയ്യുക. ഓക്കെ, ദ പ്രോസസ് ഈസ് സോൾഡറിങ്. ഓക്കെ, സോ അതിന് പറയുന്ന പേരാണ് പോപ്പുലേറ്റ് ദ ബോർഡ്. ഓക്കെ, സോ വൺസ് പോപ്പുലേറ്റഡ് യു ഗോ ഫോർ ടെസ്റ്റിംഗ് ദി ബോർഡ്. ഓക്കെ, സോ ടെസ്റ്റ് ദി ബോർഡ് ഫോർ ഇറ്റ്സ് വർക്കിംഗ്. അതായത് നമ്മൾ ഇങ്ങനെ ബ്രെഡ് ബോർഡിൽ ചെയ്ത് ഈ ഒരു സർക്യൂട്ട് വർക്കിംഗ് ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട്, അതേ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടണം.
സോ ഇത് കിട്ടിയില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക് ഓൾ ദ വേ ടു ദിസ് പ്രോസസ്. യു ഹാവ് ടു ചെക്ക് ദ ഡിസൈൻ, ഐ മീൻ സ്കീമാറ്റിക് കറക്റ്റ് ആണോ നോക്കണം, വീണ്ടും കറക്റ്റഡ് ആയിട്ടുള്ള ലേഔട്ട് വരയ്ക്കണം, വീണ്ടും പ്രിൻറ്റ് ചെയ്യണം, എച്ച് ചെയ്യണം, ഗ്രീൻ മാസ്ക് ചെയ്യണം, ഡ്രിൽ ചെയ്യണം. സോ യു കണ്ടിന്യൂ ഓൾ ദ പ്രോസസ്. സോ യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ വൈൽ ഡിസൈനിങ് ദി ലേഔട്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് റൗട്ടിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ഞാൻ ഐ വിൽ ഓപ്റ്റ് ഫോർ മാനുവൽ ലേഔട്ട് പ്രോസസ്. എനിക്കതാണ് സൗകര്യം കുറച്ചും കൂടി. സോ ദാറ്റ് ഐ ക്യാൻ ചെക്ക് റീചെക്ക് ഫോർ നോ എറേഴ്സ്. ഓക്കെ, സോ ഇതാണ് ഒരു ജനറൽ പി സി ബി ഫാബ്രിക്കേഷനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഓക്കെ, ഓൾ ദ വേ ഫ്രം സർക്യൂട്ട് ഐഡിയ ടു ബോർഡ്. ഓക്കെ, യു വിൽ ഗെറ്റ് എ. സോ ഇതൊരു ലെങ്തി പ്രോസസ്സാണ്, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബോർഡ് ഉണ്ടാക്കാം. ലൈക്ക് ഈവൻ യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ യുവർ ഹോം. ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, സോ ദിസ് ഈസ് എ ഫോം ഓഫ് ഹോബി ഇലക്ട്രോണിക്സ് ടു. പി സി ബി ഉണ്ടാക്കുന്നത് ഒരു ഹോബി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇഫ് യു കം ബാക്ക് ടു ദ ലാബ് ഐ വിൽ ഷോ യു. കാരണം ഇത് മുഴുവൻ നമുക്ക് നമ്മുടെ ലാബിൽ ചെയ്യാൻ പറ്റും. ഐ ഹാവ് മെയ്ഡ് അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോർഷൻസ്. ഓക്കെ, we will have a detailed discussion later. Okay, so bye bye.